അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സിംഹക്കൂട്ടിലെ മാൻപേട എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ 2ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. നാം പറഞ്ഞു വെച്ചത് അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇമ്രാൻ്റെ വീട്ടിലേക്ക് വന്ന്, അഥവാ യുഹാൻ്റെ അടുക്കലേക്ക് വന്ന് ആ കുട്ടിയെ പെട്ടിയിലാക്കി നദിയിലൊഴുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പന പോലെ പെട്ടിയിലാക്കുകയും അങ്ങനെ നൈൽ നദിയിലൂടെ ഒഴുക്കി വിടുകയുമാണ് രംഗം. ബഹുമാനപ്പെട്ട കവി PPS കല്ലാങ്കുഴി വിവരിക്കുന്നു. അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം. നെയിൽ നദി തൻ ഓരമിലന്ന് രാജൻ ഫറോവയും ആസിയയോത്ത് നീരാടും സമയമിൽ ഒരു വെട്ടി കണ്ടജപാകും നെയ്ലതി തൻ ഓരമിലന്ന് രാജൻ ഫറോവയും ആസിയയോത്ത് നീരാടും സമയമിൽ ഒരു വെട്ടി ഖണ്ഡജപാകും. സാധാരണ പതിവ് പോലെ രാജാവ് അഥവാ ഫറോവ തൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായ ആസിയ ബീവിയുമൊത്ത് നീരാട്ടിന് വേണ്ടി തൻ്റെ കൊട്ടാരത്തിൻ്റെ മുമ്പിലൂടെ ഒഴുകി വരുന്ന ആ നൈൽ നദിയുടെ കരയിൽ തൻ്റെ തോഴിമാരും അതുപോലെ തന്നെ ആസിയ ബീവിയും നീരാടിക്കൊണ്ടിരിക്കുകയാണ്. കുളിക്കടവിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നല്ല സുന്ദരമായ അതിമനോഹരമായൊരു പെട്ടി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തോഴിമാരുടനെ ചാടി പിടിച്ചുകൊണ്ട് ആ പെട്ടിയെ ആസിയ ബീവിയുടെ സവിധത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, പെട്ടിയെ പീഡിക്കാനായണഞ്ഞല്ലോ അവരും. എന്താണ് പെട്ടിയിലെന്നറിഞ്ഞിടാൻ അവരും. പേടകം പിടിച്ചന്ന് തുറന്നല്ലോ അവരും. കുട്ടിയെ കണ്ടാനേ മൂത്തം ഏറെ കൊടുത്താനേ. നീരാടുന്ന ഭാഗത്ത് അതിമനോഹരമായൊരു പെട്ടി ഒഴുകി വരുന്നത് കണ്ട് തോഴിമാർ ചാടി പിടിച്ചു എന്ന് മാത്രമല്ല, ആ പെട്ടി ആസിയ ബീവിയുടെ സവിധത്തിലേക്ക് കൊണ്ടുവന്നു. രാജാത്തിയാണല്ലോ. കൊണ്ടുവന്ന് തുറന്നു നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അതിരസകരമായ സുന്ദരനും സുമുഖനുമായിരുന്ന സുമുഖനുമായ ചെറിയ ഒരു കുട്ടിയുടെ മുഖം. ഒരു കുട്ടിയാണ് പെട്ടിയുടെ ഉള്ളിലുള്ളത്. ആ കുട്ടിയെ വാരിയെടുത്തുകൊണ്ട് കോരിയെടുത്തുകൊണ്ട് ആ പെട്ടിയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്കെടുത്തവർ തുരുതുരാ ഉമ്മ വെക്കുകയാണ്. ആര് കണ്ടാലും ഒരു ഉമ്മ കൊടുക്കാൻ തോന്നിപ്പോകുന്ന സുന്ദരനായൊരു കുട്ടി. മാത്രമല്ല പുഞ്ചിരിയാൽ കിടന്നിടും കുഞ്ഞ് ആസിയ കണ്ട് മനം കുളിരണിഞ്ഞ് തങ്കത്താൽ ലംഘിടും മോനെ ആസിയനലർത്തിടലായി. അങ്ങനെ ആസിയ ബീവി ഉടനെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞുകൊണ്ട് കുട്ടിയെയും എടുത്തുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ കൊട്ടാരത്തിലെത്തിയെന്ന് മാത്രമല്ല, ആ കുട്ടിയെ താലോലിക്കുകയാണ്. ഏത് രൂപത്തിൽ എന്ന് മഹാകവി PPS കല്ലാങ്കുഴി തന്നെ പറയട്ടെ. സിംഹത്തിൻ കൂട്ടിലെ മാനിൻ പേടയെടുത്ത് നടന്നവരന്ന് കൊട്ടാര വസതിയിൽ ചെന്ന് മതിച്ച് പുളച്ചിടലായി. നൈലതി തൻ ഓരമിൽ അന്ന് രാജൻ ഫറോവയും ആസിയയോത്ത് നീരാടും സമയമിൽ ഒരു വെട്ടി കണ്ടജപാകും. അതെ, ആ പെട്ടിയെടുത്ത് ആ പെട്ടി തുറന്നു നോക്കുമ്പോൾ സുന്ദരനായ ഒരു ആൺകുട്ടിയാണ്. ആ കുട്ടിയെയും കുട്ടി ആസിയ ബീവിയും തോഴിമാരും കൊട്ടാരത്തിലേക്ക് ഓടിയെന്ന് മാത്രമല്ല, കൊട്ടാരത്തിൽ ചെന്നുകൊണ്ട് ആ കുട്ടിയെ അവർ ശുശ്രൂഷിക്കുകയാണ്. കാരണം മുലകുടി പ്രായമായ കുട്ടിയാണ്, മുലകുടി വറ്റാത്ത കുട്ടിയാണ്. ഏതായാലും ആ കുട്ടിയെ ഫിറഔൻ്റെ കൊട്ടാരത്തിൽ വളർത്തുകയാണ്. അതാണ് ഞാൻ ഈ കഥയ്ക്ക് പേര് വെച്ചത് സിംഹക്കൂട്ടിലെ മാൻപേട എന്ന്. സിംഹക്കൂട്ടിലാണ് മാൻപേട വളർന്നുകൊണ്ടിരിക്കുന്നത്.
ഏതാണ് ആ കുട്ടിയെന്ന് കവി തന്നെ പറയലായിരിക്കും നല്ലത്. രാജൻ ഫറോവയിൽ ഭയം കൂടുന്ന്, തൻ്റെ അധികാരം കളയും എന്ന് ജ്യോത്സ്യർ പ്രവചിച്ച ഇബ്നോ എന്ന് രോഷം മികന്തത എടുത്തിടുന്നേ. അങ്ങനെ ആസിയ ബീവിക്ക് നീരാടാൻ പോയപ്പോൾ കിട്ടിയ ഒരു കുട്ടി സുന്ദരനായ ഒരു ആൺകുട്ടിയാണ്. പെട്ടെന്ന് രാജാവിൻ്റെ ശ്രദ്ധയിൽ, ഫറോവയുടെ ശ്രദ്ധയിൽ ഈ കുട്ടി പെട്ടു എന്ന് മാത്രമല്ല, ഫറോയത തൻ്റെ ഹൃദയത്തിൽ ഇടിപ്പടക്കങ്ങൾ പൊട്ടുകയാണ്. ജ്യോത്സ്യന്മാർ പ്രവചിച്ച കുട്ടിയായിരിക്കുമോ ഇത്? ഒരാൺകുട്ടിയാണ്. ഏതായാലും ഈ കുട്ടിയെ കൊല്ലാൻ തോന്നുന്നുമില്ല. അങ്ങനെ പെട്ടെന്നതാ എൻ്റെ എതിരാളിയായിരിക്കുന്ന കുട്ടിയായിരിക്കുമോ ഇത് എന്ന് വിചാരിച്ചുകൊണ്ട് ആ കുട്ടിയെ വധിക്കാൻ വേണ്ടി ഫറോവ അതാ വാൾ വലിച്ചൂരിയിരിക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്നറിയണ്ടേ? വാളാൽ വാദിക്കുവാൻ തുനിഞ്ഞിടുന്നേ രംഗം ആസിയായും നിലർത്തിയിടുന്നേ. കുട്ടിയെ വധിക്കാൻ വേണ്ടി വാൾ ഉറയിൽ നിന്നും വലിച്ചൂരിയ ഫിറഔൻ മുമ്പ് സഖാവ എന്ന് പറയുന്ന രാജാവിനെ വധിച്ച ദുഷ്ടനാണവൻ. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ വധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഉടനെ തന്നെ ആസിയ ബീവി അവിടെ ഓടിയെത്തി അവിടെ ചാടി വീണുകൊണ്ട് പറയുകയാണ്, എന്ത് അവിവേകം മൂമൈ ചെയ്യുന്നേ, ശത്രു ഇവനാകാൻ വകയില്ലെന്ന് എന്നും പറഞ്ഞതാ തടുത്തിടുന്ന്, ഇഷ്ടക്കനിമോനെ വളർത്തിയിടുന്ന്. അതെ, ആസിയ അവിടെ ചാടി വീണുകൊണ്ട് ഫിറൗൻ്റെ കൈ പിടിക്കുകയാണ്. കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വിചാരിച്ച നിങ്ങളുടെ എതിരാളിയായ കുട്ടി ഒരിക്കലും ഇതാകാൻ സാധ്യതയില്ല. കാരണം ഇത് സുന്ദരനും സുമുഖനുമായ ഒരു ആൺകുട്ടിയാണ്. ഒരിക്കലും ഈ കുട്ടിയല്ല. ഈ കുട്ടിയുടെ മുഖം പറയുന്നുണ്ടോ നിങ്ങളുടെ എതിരാളിയാണെന്ന്? അങ്ങനെ ഫറോവയെ തണുപ്പിക്കുകയാണ് ആസിയ ബീവി. അങ്ങനെ പറഞ്ഞ് തണുപ്പിച്ചു എന്ന് മാത്രമല്ല, അങ്ങനെ ഇഷ്ടക്കനിമോനെയതാ ആസിയ ബീവി തൻ്റെ കൊട്ടാരത്തിൽ, ഫറോവയുടെ കൊട്ടാരത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. രംഗം ബഹുമാനപ്പെട്ട കവി PPS കല്ലാങ്കുഴി വിവരിക്കുന്നു. അത് നിങ്ങൾക്കിങ്ങനെ കേൾക്കാം. പ്രിയമുള്ളവരെ, കുട്ടിയെ പരിപാലിച്ചതിനാലെ, മാറാവ്യാധി ശമിച്ചതിനാലെ, നൈരാശ്യത്തിൻ ജീവിതം നീക്കിടും രാജകുമാരി. അന്നേ കുട്ടിയെ എടുത്തിട്ട് വളർത്തിയിടും കാര്യമിൽ കൂടിടലായി. കണ്ടാൽ അഴകേറുന്നൊരു മുത്ത്, ആരിലും ഇഷ്ടകനിയാം സത്ത്, പരിചാരകളും രാജരും കൂടി ലാളിച്ചന്ന്, കുട്ടിയെ ലാളിച്ചന്ന്. കുട്ടിയിൽ പാല് കൊടുക്കാൻ സ്ത്രീകളെ അന്വേഷിച്ചിടലായി. കുട്ടിയെ പരിപാലിച്ചതിനാലെ, മാറാവ്യാധി ശമിച്ചതിനാലെ, നൈരാശ്യത്തിൻ ജീവിതം നീക്കിടും രാജകുമാരി. അന്ന് കുട്ടിയെ എടുത്തിട്ട് വളർത്തിയിടും കാര്യമിൽ കൂടിടലായി. അങ്ങനെ ആ കുട്ടിയെ പരിപാലിക്കുന്ന കാര്യത്തിൽ ആസിയ ബീവിയത അദ്ദേഹത്തിൻ്റെ ചെറിയ ഒരു അസുഖം അത് ഭേദമായി എന്ന് മാത്രമല്ല, അങ്ങനെ കണ്ടാൽ അഴകുള്ള ആ കുട്ടിയെ ഫറോവയുടെ കൊട്ടാരത്തിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിചാരകരായ തൻ്റെ അടിമ സ്ത്രീകളും ആസിയ ബീവിയുടെ തോഴിമാരെല്ലാവരും കൂടി ആ കുട്ടിയെ വളർത്തുന്നുണ്ടെങ്കിലും ചെറിയൊരു തകരാർ അവിടെ സംഭവിച്ചിരിക്കുകയാണ്. എന്താണ്? കുട്ടിക്ക് മുല കൊടുക്കാൻ ആരുമില്ല. ചെറിയ കുട്ടിയാണ്. ആരുടെ മുലയും, ഏത് സ്ത്രീയുടെ മുലയും ആ കുട്ടി കുടിക്കുന്നില്ല. ആകെ കരച്ചിലാണ്, ആകെ സ്വയിപ്പായി. ഈ സമയത്ത് കുട്ടിക്ക് മുല കൊടുക്കാൻ ഒരാളെ അവരന്വേഷിക്കുകയാണ്. പല സ്ത്രീകളെയും പല ഭാഗത്തും അറിയിപ്പ് നൽകുകയാണ്. ഇങ്ങനെ കൊട്ടാരത്തിൽ സുന്ദരനും സുമുഖനുമായൊരു കുട്ടിയുണ്ട്, ആ കുട്ടിക്ക് മുല കൊടുക്കാൻ ആർക്കാണ് സാധിക്കുക എന്ന് പല ഭാഗത്തും അറിയിപ്പ് കൊടുത്തു. എന്ന് മാത്രമല്ല,
രാജൻ്റെ വാക്കും ശ്രവിത്ത് പലരും ചെന്ന് തരുണികളേറെയും കുട്ടിയിൽ മുലയൂട്ടുന്നു. പക്ഷേ ഇടബലം കുട്ടി തിരിഞ്ഞിടുന്നേ, പാലും കുടിക്കാതെ കുട്ടി ഒഴിഞ്ഞിടുന്നു. വിവരം യൂഹാനും അറിഞ്ഞെത്തിയണഞ്ഞിടുന്നേ, കൊട്ടാരത്തിലേക്കായി ഓടിയാടുത്തിടുന്നേ. യൂഹാൻ കുട്ടിയിലയന്ന് മുലയൂട്ടുന്നേ, ആവേശത്താൽ കുടിച്ച് ദാഹവും തീർക്കുന്നേ. അതെ, കുട്ടിക്ക് മുല കൊടുക്കാൻ പല ഭാഗത്തും ആളുകളെ അന്വേഷിച്ചു. പല സ്ത്രീകളും കൊട്ടാരത്തിലേക്ക് വന്നു. പക്ഷേ ആരുടെ മുലയും കുട്ടി കുടിക്കുന്നില്ല. എല്ലാവരും നിരാശരായി തിരിച്ചു പോവുകയാണ്. കുട്ടി ഇടവും വലവും തിരിയുകയാണ്. കുട്ടിക്ക് മുലയൂട്ടാൻ ഒരു സ്ത്രീകളെയും പറ്റുന്നില്ല. ഈ സമയത്താണ് യൂഹാൻ്റെ ചെവിയിൽ, അഥവാ കുട്ടിയുടെ ഒറിജിനൽ മാതാവായ യൂഹാനും വിവരം അറിഞ്ഞുകൊണ്ട് കൊട്ടാരത്തിലേക്ക് വരികയാണ്. തൻ്റെ ഭർത്താവ് ഇമ്രാനാണെങ്കിൽ കൊട്ടാരത്തിലാണല്ലോ ജോലി. അതാ യൂഹാൻ കടന്നു വരികയാണ് കൊട്ടാരത്തിലേക്ക്. ആദം കൊടുവള്ളി പറയും പോലെ എല്ലാവരും ഒന്ന് വഴിമാറിക്കൊടുക്കൂ, ആ സ്ത്രീ കടന്നു വന്നോട്ടെ. അങ്ങനെ കൊട്ടാരത്തിലേക്ക് ആ സ്ത്രീ ഇതാ കടന്നു വരികയാണ്. എന്തിനു വേണ്ടി? ആ കുട്ടിക്ക് മുല കൊടുക്കാൻ പറ്റിയ സ്ത്രീ ആയിരിക്കുമോ? എല്ലാവരും പറയുന്നു, അതാ യൂഹാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ വരുന്നുണ്ട്. ആ കുട്ടിയും ആ പെണ്ണിനെ കൂടി, ആ സ്ത്രീയെ കൂടി നമുക്കൊന്ന് പരീക്ഷിക്കാം. അങ്ങനെ ആ പെണ്ണ് കയറി വന്നു. എന്ന് മാത്രമല്ല, കുട്ടിക്ക് മുല കൊടുത്തപ്പോൾ സുഖസുന്ദരമായി ആ കുട്ടി മുല കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഒരുപാട് സ്ത്രീകൾ അവിടെ വന്ന് മുല കൊടുത്തിട്ട് കുട്ടി ഇടവും വലവും തിരിയുകയായിരുന്നു. യൂഹാൻ വന്നപ്പോൾ അതാ കുട്ടി സൂപ്പറായി മുല കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാല് കൊടുക്കുന്ന ജോലിയും നൽകിയിടുന്നേ, ശമ്പളത്തിനായി പാലും കൊടുത്തിടുന്നേ. ഉള്ളിൽ ആണ പൊട്ടും സ്നേഹവും ബീവിക്കൊണ്ട് എല്ലാം മറച്ചന്ന് നാളുകൾ നീക്കിയിടുന്ന്. ആസിയ ബീവി പറഞ്ഞു, ഈ സ്ത്രീയെ നമുക്ക് കുട്ടിക്ക് മുല കൊടുക്കാൻ ഈ കൊട്ടാരത്തിൽ നിർത്താം. ഇവൾ മുല കൊടുക്കുമ്പോൾ ഈ കുട്ടി കുടിക്കുന്നുണ്ട്. ഉമ്മയാണെന്നുള്ള കാര്യം ആരും അറിഞ്ഞില്ല. എല്ലാം യൂഹാൻ മറച്ചു വെക്കുകയാണ്. ഏതായാലും അങ്ങനെ സിംഹക്കൂട്ടിലെ മാൻപേട ആ ഫിർഔൻ്റെ കൊട്ടാരത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് മാൻപേട, സിംഹമാണ് ഫിർഔൻ. ആ ഫിർഔൻ്റെ കൊട്ടാരത്തിൽ ഇതാ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയുന്ന കുട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടിക്ക് ഒന്ന് വേണം ആസിയ ഓതിയേ, രാജനീലായി വിവരം അന്ന് ഉണർത്തിയേ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുട്ടിക്ക് പേരിടാൻ വേണ്ടി അവർ തീരുമാനിക്കുന്നത്. ആസിയ ബീവി രാജാവായ ഫറോവ ചക്രവർത്തിയോട് ഫിറൗനോട് എന്ന് പറഞ്ഞു, നമ്മളെ കുട്ടിക്ക് ഏതായാലും ഒരു പേരിടണം, ചെറിയ കുട്ടിയാണല്ലോ, കിട്ടിയതാണ്, മുല കുടിക്കുന്ന കുട്ടിയാണ്. അങ്ങനെ രണ്ടാളും ചിന്തയിൽ കൂടി നാമം നിർദ്ദേശിച്ച് മൂസാ എന്നുള്ളൊരു പേരും പുന്നാര മോനിട്ട്. അങ്ങനെ അവർ രണ്ടുപേരുടെയും ഇഷ്ടപ്രകാരം അതാ മൂസ എന്നുള്ള പേരാണ് ആ സുന്ദരനായ കുട്ടിക്കിട്ടത്. അങ്ങനെ എല്ലാവരും മൂസ എന്ന് വിളിക്കാൻ തുടങ്ങി. അവർ എന്താണ് വളരുന്നത്, കൈയാണോ കാലാണോ വളരുന്നതെന്ന് നോക്കി അവർക്ക് കിട്ടിയതായിരിക്കുന്ന ആ സുന്ദരനായ കുട്ടിയെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല പാല് കൊടുക്കാൻ ഒരു സ്ത്രീയെയും ലഭിച്ചിരിക്കുന്നു. ഏതായാലും ഫിറൗൻ്റെ കൊട്ടാരത്തിൽ ഫിറൗനും അതുപോലെ തന്നെ ആസിയ ബീവിയും അതാ കുട്ടിയെ ലാളിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അതാ ഫിറൗൻ്റെ മടിയിൽ ഈ കുട്ടിയെ ഇങ്ങനെ ലാളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരത്ഭുതം നടക്കുകയാണ്. എന്തായിരുന്നു അത്ഭുതമെന്ന്? താടിയിൽ കയറി പിടിച്ച് മോനും വലിച്ചെന്നാൽ വേദനയാലെ മോനെ താഴെ
എറിഞ്ഞല്ലോ ഇവനെൻ്റെ ശത്രുവം കൊല്ലും ഞാനെന്നു രത്തല്ലോ. അങ്ങനെ കുട്ടിയെ മടിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ താലോലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഫിറോവിൻ്റെ താടിക്ക് ഈ കുട്ടിയെ പിടിച്ചിട്ട് വലിച്ചു എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഉടനെ തന്നെ ഫറോ പറഞ്ഞു, ഇതെൻ്റെ ധിക്കാരി, അതായത് എന്നെ നശിപ്പിക്കുന്ന ഇവൻ കാരണമാണ് എൻ്റെ നാശമെന്ന് ജ്യോത്സ്യന്മാർ പ്രവചിച്ച കുട്ടിയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ കൊല്ലാൻ വേണ്ടി ചാടി എഴുന്നേറ്റപ്പോൾ രോഷത്താൽ രാജനും കൊല്ലാൻ ചാടി എഴുന്നേറ്റ് ശബ്ദം ശ്രവിത്ത് മഹതി എത്തി തടഞ്ഞിട്ട് കാര്യം എന്തെന്ന് ഭീവിയാളും തിരക്കുന്ന് ലഹ്യത്തിൽ കയറി പിടിച്ച് വേദനിപ്പിച്ചെന്ന്. അങ്ങനെ രോഷാകുലനായ ഫിറോൻ തൻ്റെ മടിയിൽ നിന്നും കുട്ടിയൊരൊറ്റ ഏറായിരുന്നു. മാത്രമല്ല കുട്ടിയെ വകവരുത്താൻ അതാ തുനിയുന്ന സമയം ആസിയ ബീവിയോടെ പറന്നെത്തുകയാണ്. അവിടെ പറന്നെത്തിയെന്ന് മാത്രമല്ല, എന്താണ് പ്രശ്നം പറയൂ. ആ സമയത്ത് ഫറോവ പറയുകയാണ് ആസിയ ബീവിയോട്, കുട്ടിയെ ഞാൻ മടിയിലിരുത്തി ലാളിക്കുന്ന സമയത്താണ് എൻ്റെ താടിക്ക് അതിശക്തമായൊരു വലിച്ചുകൊണ്ട് എന്നെ വേദനിപ്പിച്ചു എന്ന് പറഞ്ഞ് അതാ ദേഷ്യമെല്ലാം ദേഷ്യത്തോടെ കുട്ടിയെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന ഫറോവയോട് ആസിയ ബീവി പറയുകയാണ്, എന്ത് ബീവി സമാധാന വാക്കാൽ സ്വാന്തന മാക്കും നേ കോപം അടങ്ങിയ രാജൻ ഹാമാനിൽ ചൊല്ലും നേ. അങ്ങനെ ആസിയ ബീവിയുടെ പറന്നെത്തിയെന്ന് മാത്രമല്ല കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ആസിയ ബീവി ഫറോവയോട് പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ ഈ കുട്ടിയെ കൊല്ലരുത്, നിങ്ങൾ ശാന്തമായിരിക്കൂ, എന്താണ് നിങ്ങൾ ഈ അവിവേകം കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഫറോവയെ സമാധാനിപ്പിച്ചിരുത്തിയെന്ന് മാത്രമല്ല, ഉടനെ തന്നെ ഫറോവ തൻ്റെ എതിരാളിയായ കുഞ്ഞാണോ എന്ന് നോക്കാൻ വേണ്ടി തൻ്റെ മന്ത്രിയായിരിക്കുന്ന ഹാമാനെ വിളിച്ചുകൊണ്ട് ഒരു കാര്യം പറയുകയാണ് ഹാമാനോട്. എന്തായിരുന്നു ഹാമാനോട് പറഞ്ഞ കാര്യമെന്ന് PPS കല്ലാങ്കുഴി വിവരിക്കുന്നു അടുത്ത ഇരടികളിലൂടെ. ഇവനെൻ്റെ അധികാരം പിടിച്ചിടുന്നവനെന്ന് നോക്കേണം, ഒരു തന്ത്രം ഒഴിഞ്ഞിടണം. ഹാമാൻ അതിനായി ഒരു ഹില തേടുത്തിടുന്നേ. ഈന ഒന്നിൽ കനലതും ഒരു പാത്രം ദഹബാദും ഇവൻ മുമ്പിൽ അടുപ്പിച്ച് എടുക്കും ഏത് എന്ന് ദഹബെങ്കിൽ ഇവൻ ശത്രു അതും നേരം. അങ്ങനെ ഹാമാനെ വിളിച്ചുകൊണ്ട് നമുക്ക് എൻ്റെ ശത്രുവായ കുട്ടിയാണോ എൻ്റെ കൊട്ടാരത്തിൽ വളരുന്നത് എന്ന് നോക്കാൻ ഒരു ഐഡിയ പ്രയോഗിക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെയതാ ആ കുട്ടിയെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് മാത്രമല്ല, ഒരു പാത്രത്തിൽ കുറച്ച് തീക്കണൽ കൊണ്ടുവന്നിരിക്കുകയാണ്. മറ്റൊരു പാത്രത്തിൽ സ്വർണവും, രണ്ടും വെട്ടിത്തിളങ്ങുന്നത്. ഒന്ന് തീയിൻ്റെ കട്ടയാണ്, തിളങ്ങിക്കൊണ്ടിരിക്കുന്നു, നല്ല കനലാണ്. അതുപോലെ തന്നെ മറ്റേ പാത്രത്തിൽ, ഒരു പാത്രത്തിലുള്ളത് സ്വർണമാണ്, അതും വെട്ടിത്തിളങ്ങുന്നു. ഏതായാലും ഇത് രണ്ടും ഈ കുട്ടിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. എന്തിനു വേണ്ടി? കുട്ടിയെ പരീക്ഷിക്കാൻ വേണ്ടി. രത്നം നിറച്ചുള്ള പാത്രമാതും വേറെ നീലായി തീക്കനലും, വേറെ അതും നീലായി തീക്കനലും, എല്ലാം ഒരുക്കി ഇരുത്തിയല്ലോ, കയ്യും മകനത് നീട്ടിയല്ലോ. അങ്ങനെ ഈ ചോരപ്പെയ്തലിൻ്റെ മുമ്പിൽ ചോരപ്പെയ്തലിനെ പരീക്ഷിക്കാൻ, അഥവാ ജ്യോത്സ്യന്മാർ പ്രവചിച്ച തന്നെ കൊല്ലുമെന്ന് ജ്യോത്സ്യന്മാർ പ്രവചിച്ച കുട്ടിയാണോ എന്നറിയാൻ ആ കുട്ടിയുടെ മുമ്പിൽ ഒരു പാത്രത്തിൽ തീക്കനലും അതുപോലെ തന്നെ ഒരു പാത്രത്തിൽ സ്വർണവും കൊണ്ട് കുട്ടിയുടെ മുമ്പിൽ വച്ചിരിക്കുകയാണ്. എവിടേക്കാണ് കുട്ടി കൈനീട്ടുക? അതാണ് അവരുടെ ചിന്ത. തീക്കനലിലേക്കാണെങ്കിൽ കുട്ടി എന്നെ വധിക്കുന്ന കുട്ടിയല്ല, അതല്ല സ്വർണത്തിലേക്കാണ് കൈനീട്ടുന്നതെങ്കിൽ കുട്ടി എന്നെ വധിക്കുന്ന കുട്ടിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവരതാ കുട്ടിയുടെ മുമ്പിൽ രണ്ട് പാത്രം, ഒന്നിൽ തീക്കനലും മറ്റൊന്നിൽ സ്വർണവും വെച്ച് കുട്ടിയുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്.
അങ്ങനെ രത്നത്തിലേക്കായി കൈനീട്ടിയേ അമറാൽ ജിബിരിലാതും തട്ടിയേ തീക്കനൽ വാരി കരഞ്ഞിടുന്നേ ബീവിയും സൗജ് ശകാരിക്കുന്നേ താരാട്ട് പാടി ഉറക്കിടുന്നേ വർഷങ്ങൾ പലതും കഴിഞ്ഞിടുന്നേ. അങ്ങനെ പരീക്ഷണാർത്ഥം ഈ കുട്ടിയുടെ മുമ്പിൽ 2 പാത്രങ്ങൾ വെച്ചിരിക്കുകയാണ്. ഒന്നിൽ തീക്കണൽ, മറ്റൊന്നിൽ സ്വർണം. ഉടനെ തന്നെ ബുദ്ധിയുള്ള കുട്ടിയാണല്ലോ, ആ കുട്ടി കൈ നീട്ടിയത് സ്വർണത്തിലേക്കായിരുന്നു. പക്ഷേ മഹാനായ മുഖറബുലംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നൊരൊറ്റ തട്ടലായിരുന്നു. ആ കുട്ടിയെപ്പോൾ തീക്കണലിലേക്കാണ് കൊണ്ടുപോയി എന്ന് മാത്രമല്ല തീ വാരിയതാ തൊള്ളയിലിടുകയാണ്. അതുകൊണ്ടാണ് മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമിനിക്ക് ഉപദേശം ചെയ്യാൻ ചെറിയൊരു കൊഞ്ഞപ്പടം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. കണ്ടോ ആയത്തിൽ പറഞ്ഞ സംഭവം. അപ്പോൾ അങ്ങനെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാം ചെറുപ്പകാലത്ത് അങ്ങനെ തീയിൻ്റെ കട്ടെന്ന് വാരിട്ടത് കാരണം നാവിന് ചെറിയൊരു പൊള്ളലേറ്റു എന്നാണ് പറയുന്നത്. മഹാനായ മുഖറബുലംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാം തട്ടിയിട്ടതാണ്, അല്ലെങ്കിൽ കുഞ്ഞിനെ കൊന്നുകളയും. ഇവരെ പരീക്ഷണമാണ്. അങ്ങനെ താരാട്ട് പാടിയോറക്കിടുന്നേ വർഷങ്ങൾ പലതും കഴിഞ്ഞിടുന്നേ. ജിബ്രീൽ അലൈഹി സ്വലാം വന്ന് കുട്ടിയുടെ കൈ തീയിലേക്ക് തട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടു. ഫറോ മനസ്സിലാക്കിയത് ഇത് എന്നെ ക്രൂശിക്കുന്ന കുട്ടിയല്ല, എൻ്റെ എതിരാളിയായ കുട്ടിയല്ല എന്ന് ഫറോ മനസ്സിലാക്കുകയും അങ്ങനെ കൊട്ടാരത്തിൽ അതിസുന്ദരമായി സിംഹക്കൂട്ടിൽ മാൻപേട വളർന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കവി PPS കല്ലാങ്കുഴി അടുത്ത ഈരടികളോട് വിവരിക്കുന്നത് എന്ത് എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം. പ്രിയമുള്ളവരെ, അങ്ങനെയേകയില്ലാഹിൽ വണങ്ങുന്നേ നബി കാലങ്ങളേറെ കഴിക്കുന്നേ രാജൻ ഫറോവയിലോതുന്നേ ബടൻ മൂസയെ പറ്റി അറിയിക്കുന്നേ ഏകയിലാഹും ഞാനല്ലോ പിന്നെ ഏത് ഇലാഹെ വണങ്ങുന്നേ നിന്നെയും എന്നെയും പോറ്റുന്ന റബ്ബ് ഒരുവനിൽ ഞാനും വണങ്ങുന്നേ കേട്ട് ഫറോവയും ഞെട്ടുന്നേ ഇവൻ തന്നെ എൻ ശത്രുവെന്നോതുന്നേ. അങ്ങനെ കാലചക്രം കറങ്ങിയെന്ന് മാത്രമല്ല വർഷങ്ങൾ കഴിഞ്ഞു കടന്നു. മൂസാ നബി അലൈഹിസ്സലാം ഫറോവയുടെ കൊട്ടാരത്തിൽ വളർന്നു വലുതായി എന്ന് മാത്രമല്ല, അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അതാ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു സ്വരം ആ കുട്ടിയിൽ നിന്നും പുറപ്പെടുകയാണ്. ഈ സമയമതാ അന റബ്ബുക്കുമുൽ അല, ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് വാദിച്ച ഫറോവ ഞാനാണല്ലോ നിങ്ങളുടെ പടച്ചവൻ എന്ന് അവൻ പറയുകയും സ്വയം പറയുകയും പിന്നെ ആരെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഫറോവയതാ മുമ്പോട്ട് വരികയാണ്. ഈ സമയം പതിവ് പോലൊരു നാളിൽ മൂസാ നബി അവർ ഇറങ്ങുന്നു സവാരിക്കായി. വേഗമില്ലെന്ന് നടന്നിടും നേരം ഒരു ശബ്ദം ശ്രവിത്തുവല്ലോ. ഇസ്രായേൽ വംശജനാം സാമിരിയും പിന്നെ കിബ്തിയും തമ്മിൽ ഒരു ശണ്ട നടന്നിടുന്നേ. അങ്ങനെ ഒരു ദിവസം കൊട്ടാരത്തിൻ്റെ പുറത്ത് ഇറങ്ങി നടന്ന മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ സവാരിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ വഴിയിൽ 2 ആളുകൾ ശണ്ട കൂടുന്ന കാഴ്ചയാണ് കണ്ടത്. അത് മറ്റാരുമായിരുന്നില്ല, ഒരു കിബ്തിയും അതുപോലെ തന്നെ ഒരു ഇസ്രായേൽ വംശജനും കലീമുല്ലാഹി മൂസാ നബിയുടെ വർഗ്ഗക്കാരനും അതുപോലെ തന്നെ കിബ്തിയും തമ്മിലാണ് അവിടെ സംഘട്ടനം നടക്കുന്നത്. ആ സമയത്ത് കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാം എന്ത് ചെയ്തെന്നറിയുമോ? ഇടപെട്ട് മൂസ പരിഹാരം കണ്ടിടു നേരമിൽ രോഷമിൽ ഒരു വാക്ക് കിബ്തിയവനും ഒളിന്തതല്ലെന്നേ ഒരു കുത്ത് കൊടു
കൊടുത്തിടുന്നേ. പ്രഹരത്താൽ അവനന്ന് വീണ് പിടഞ്ഞല്ലോ. ഉടനടി മൂസാ നബിയവർ ദുആ ചെയ്തല്ലോ. വന്നുള്ള പിഴ പൊറുക്കാനായിരു കാര്യം നീട്ടിടു റബ്ബിൽ രക്ഷയും കാനിഞ്ഞിടണേ. അങ്ങനെ കിബിത്തിയും ഇസ്രായേൽ വംശജരിൽപ്പെട്ട ഒരാളും അവിടെ ശണ്ട കൂടുമ്പോൾ അത് പിടിച്ചു മാറ്റി തർക്കം അവരുടെ ശണ്ടയിൽ നിന്നും അവരെ പിടിച്ചു മാറ്റാൻ വേണ്ടി കലീമുള്ള ചെന്നതാണ്. പക്ഷേ കുത്ത് അദ്ദേഹത്തിന് കൊള്ളുകയും, അതായത് കിബിത്തി വംശക്കാരന് കൊള്ളുകയും ആ സമയം അദ്ദേഹം വീണ് അവിടെ മരിക്കുകയുമാണ്. ഇങ്ങനെ ഒരു കൊലപാതകം മഹാനായ കലീമുല്ലാഹി മൂസാ നബിയുടെ കയ്യാലുണ്ടായി. ആ സമയം അള്ളാഹുവിനോട് അവിടുന്ന് ദുആ ചെയ്തുകൊണ്ട്, അള്ളാഹ് പടച്ചവനെ, എന്നെ നീ രക്ഷിക്കണേ, എൻ്റെ അടുക്കൽ അബദ്ധം വന്നുപോയി എന്ന് മഹാനായ കലീമുല്ലാഹി ദുആ ചെയ്യുകയാണ്. ഏതായാലും ബഹുമാനപ്പെട്ട കവി PPS കല്ലാങ്കുഴി വിവരിക്കുന്നു അടുത്ത ഈരടികളിലൂടെ എന്തെന്ന്. കിബിത്തി വാദം വാർത്ത മശഹൂറായേ, വാർത്ത ഫറോവയിൽ പറന്നെത്തിയേ, കൊലയാളിയെ വേഗം പിടിച്ചിടണം, ശിക്ഷ അവർക്കിന്ന് വിധിച്ചിടണം. അങ്ങനെ കിബിത്തിയെ ഒരു കയ്യബദ്ധം പറ്റിയ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാം ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി വേഗം സ്ഥലം വിടുകയാണ് അവിടുന്ന്. അങ്ങനെ വാർത്ത ഫറോവയുടെ അടുക്കലും ഈ വാർത്ത എത്തി. കിബിത്തിയെ കൊന്നത് തൻ്റെ വംശജനാണ്, ഫറോവ ചക്രവർത്തിയുടെ വംശജനാണ്. അദ്ദേഹത്തിനെയാണ് അബദ്ധത്തിൽ മഹാനായ കലീമുള്ള വധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉടനെ തന്നെ അതിന് ശിക്ഷ വിധിക്കണം, ആരായാലും ശരി എന്ന് പറഞ്ഞുകൊണ്ട് കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അന്വേഷിക്കാൻ വേണ്ടി ആളെ വിട്ടിരിക്കുകയാണ്. എവിടെയാണ് മൂസാ നബി മുങ്ങിയതെന്നറിയില്ല. ക്ഷണമിൽ അന്വേഷണം തുടങ്ങിടുന്നേ, വിവരം ഭടന്മാരിൽ അറിവാക്കുന്നേ, ഉടനെ അമർ രാജൻ കൊടുത്തിടുന്നേ, മൂസാ നബിയോരെ വധിക്കുവാനേ. അങ്ങനെ മൂസ എവിടെയാണെങ്കിലും അവനെ തിരഞ്ഞു പിടിച്ച് വധിക്കണമെന്ന് ഫറോവ ഉത്തരവിടുകയാണ്. ദുഷ്ടനായ ഫറോവയാണല്ലോ ബഹുമാനപ്പെട്ട സഖാവ എന്ന് പറയുന്ന രാജനെ വെറുതെ അകാരണമായി കൊല ചെയ്യപ്പെട്ട ആ ദുഷ്ടനാണ്. അതുകൊണ്ടാണ് അവനെ ദുഷ്ടൻ എന്ന് പറയുന്നത്. ആ ഫറോവയാണ് കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വധിക്കാൻ വേണ്ടി ഉത്തരവിട്ടു എന്ന് മാത്രമല്ല, പട്ടാളക്കാർ മഹാനായ കലീമുല്ലയെ തിരഞ്ഞു നടക്കുന്നു. പക്ഷെ ഒരു വിവരവും കിട്ടുന്നില്ല. വിവരം നബി മൂസ അറിഞ്ഞ പിന്നെ ദേശം മിസ്ർ വിട്ട് നടാ തുടർന്നേ. തന്നെ വധിക്കാൻ വേണ്ടി ഫറോവ ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത എറിഞ്ഞ മഹാനായ കലീമുല്ല മൂസാ നബി അലൈഹിസ്സലാം മിസ്രിൽ നിന്നും ഈജിപ്തിൽ നിന്നും മെല്ലെ തടി തപ്പിയിരിക്കുകയാണ്. എവിടേക്കാണ് തടി തപ്പിയത് എന്ന് ബഹുമാനപ്പെട്ട കവി PPS കല്ലാങ്കുഴി വിവരിക്കുന്നു. മിസ്ർ എന്ന നാടും വിട്ട് മൂസാ നബി അവർ രക്ഷക്കായ വിടം വിടും നല്ലോ, രക്ഷക്കായ വിടം വിടും നല്ലോ. കാതങ്ങളേറെ താണ്ടി മൂസാ നബിയോരും സഞ്ചാരം അതിവേഗമായല്ലോ, സഞ്ചാരം അതിവേഗമായല്ലോ. കാട്ടുപഴം പറിച്ചെറിയും തിന്ന് ജൂം മാറ്റിയിടുന്നല്ലോ, കാട്ടരുവിയിലെ വെള്ളമതേറെ കുടിച്ച് അതിശും തീർത്തല്ലോ. കാട്ടുപഴം പറിച്ചെറിയും തിന്ന് ജൂം മാറ്റിയിടുന്നല്ലോ, കാട്ടരുവിയിലെ വെള്ളമതേറെ കുടിച്ചതിശും തീർത്തല്ലോ. ക്ഷീണത്താൽ യാത്ര ചെയ്യാൻ വയ്യാവിധം നബി വൃക്ഷത്തിൻ തണലിലായി കൂടുന്നേ, വൃക്ഷത്തിൻ തണലിലായി കൂടുന്നേ. ക്ഷീണത്താൽ മയങ്ങിയ മൂസാ നബിയോരും ഒരു ശബ്ദം ശ്രവിത്തുണർന്നീടുന്നേ, ഒരു ശബ്ദം ശ്രവിത്തുണർന്നീടുന്നേ. തന്നെ വധിക്കാൻ വേണ്ടി ഫറോവ ഉത്തരവിട്ടിരിക്കുന്നു എന്നുള്ള വാർത്ത
മഹാനായ കലീമുല്ലാഹി മൂസാ നബിയുടെ ചെവിയിലെത്തുകയാണ്. കയ്യബദ്ധം പിടഞ്ഞ മൂസാ നബി ഉടനെ തന്നെ വധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഫറോവ പട്ടാളക്കാരെ വിട്ടെങ്കിൽ എന്നെ വധിച്ചു കളയും. അതുകൊണ്ട് മിസ്രിൽ നിന്നും ഈജിപ്തിൽ നിന്നും മഹാനായ കലീമുല്ലാഹി ഒരൊറ്റ ഓട്ടമായിരുന്നു. ഓട്ടിയെന്ന് മാത്രമല്ല, അങ്ങനെ ക്ഷീണത്താൽ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ മഹാനായ കലീമുല്ലാഹി വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നറിയാതെ ഉറങ്ങിപ്പോയെങ്കിലും അതാ പെട്ടെന്ന് ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്തായിരുന്നു ശബ്ദം എന്ന് കവി വിവരിക്കുകയാണ്. ബഹളവും കേട്ട് നബിയും ഉണർന്നിടുന്നേ, തിക്കും തീരക്കാലെ ജനമേറെ കൂടിയിടുന്നേ, കാര്യം അറിയാനായി വീക്ഷണം ചെയ്തിടുന്നേ, പരിസരമാകെയും ആകെ കറങ്ങിയിടുന്നേ. അങ്ങനെ മധ്യൻ ഭാഗത്തേക്ക് ഓടിപ്പോയ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഒരു വൃക്ഷച്ചുവട്ടിൽ ഇങ്ങനെ വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അറിയാതെ ഉറങ്ങിപ്പോയി എന്ന് മാത്രമല്ല, പെട്ടെന്നൊരു ശബ്ദം കേട്ട് നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂടി അവിടെ തിക്കും തിരക്കും കൂട്ടിക്കൊണ്ടിരിക്കുന്നു. എന്താണ് സംഭവമെന്നറിയാതെ കലീമുള്ളയും അന്തം വിട്ടിരിക്കുകയാണ്. അങ്ങനെ വേഗം ആ വൃക്ഷച്ചുവട്ടിൽ നിന്നും എഴുന്നേറ്റ് നടന്ന മഹാനായ കലീമുല്ലാഹി ആൾക്കൂട്ടത്തിൻ്റെ അടുക്കിലേക്ക് എത്തിയപ്പോൾ സമയം താരുണികൾ രണ്ട് നീലയും കണ്ട് വെള്ളം എടുക്കാതെ മാറി, നീലയും കണ്ട് തിൻകീലായി തെക്കീലായി വെള്ളം എടുക്കാൻ ഞങ്ങൾക്കാവില്ല, തിക്കും തിരക്കും ഒഴിയാനായി മാറി മെല്ല. അപ്പോൾ അവൾ ഒരുപാട് ആൾക്കൂട്ടം കണ്ടപ്പോൾ കലീമുള്ള മെല്ലെ അവിടേക്ക് നടന്നെടുത്തു. എന്താണ് അവിടെ പ്രശ്നമെന്നറിയാൻ വേണ്ടി നോക്കുമ്പോൾ കിണറാണ് സംഭവം. വെള്ളക്ഷാമം നേരിട്ട കാലമാണ്. വെള്ളത്തിന് വേണ്ടി ആളുകൾ തിക്കം തിരക്കണ കൂട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നുണ്ട്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി പെൺകുട്ടികളോട് ചോദിച്ചു, അല്ല എന്താണ് നിങ്ങൾ വെള്ളമെടുക്കാതെ മാറി നിൽക്കുന്നത്? എല്ലാവരും അവിടെ വെള്ളം എടുക്കുന്നുണ്ടല്ലോ, എന്താണ് നിങ്ങൾ മാറി നിൽക്കാൻ കാരണം? ആ സമയം തിക്കും തിരക്കായതുകൊണ്ട് ഞങ്ങൾ മാറി നിന്നതാണ് എന്ന് ആ രണ്ട് പെൺകുട്ടികൾ മഹാനായ കലീമുല്ലാഹി മൂസാ നബിയോട് പറഞ്ഞപ്പോൾ അവളിലൊരു തീമോളിന്ദു നബിയോട് അകലെ ഒരു കിണർ ഉണ്ടല്ലോ, അത് മൂടി കാണട്ടെ എന്ന് നബിയും തിരക്കും മൂടിയ കല്ലും നബിയവർ നീക്കും വെള്ളം കോരി വീട്ടിൽ അണയുമാടിക്കണ്ട, വെള്ളം എടുത്തവർ വീട്ടിൽ അണഞ്ഞാൽ. ആ രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നത് കൊണ്ട് കലീമുല്ലാഹി ചോദിച്ചു, എന്താണ് നിങ്ങൾ മാറി നിൽക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, അവിടെ തിരക്കൊഴിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് പെൺകുട്ടികൾ കലീമുല്ലാഹി മൂസാ നബിയോട് പറഞ്ഞു, അപ്പുറത്തൊരു കിണറുണ്ട്, ആ കിണർ അടച്ചിട്ടിരിക്കണ, അതിൽ വെള്ളമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ മഹാനായ കലീമുല്ലാഹ് പ്രവാചകനാണെന്ന് പെൺകുട്ടികൾക്കറിയില്ലല്ലോ. മഹാനായ കലീമുല്ലാഹി ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ കിണറിനരികിലേക്ക്, മൂടപ്പെട്ട കിണറിനരികിലേക്ക് നടക്കുകയാണ്. അങ്ങനെ ആ പാറക്കല്ല് മഹാനായ കലീമുല്ലാഹ് നീക്കിയപ്പോൾ കിണറ്റിൽ നല്ല വെള്ളമുണ്ട്. സുബ്ഹാനല്ലാഹ്. പെൺകുട്ടികളോട് പറഞ്ഞു, കോരിക്കോളിയും അവിടെ കുഞ്ഞ് പോകണ്ട, നിങ്ങൾ അതുക്കും തിരക്കുള്ളടത്ത് കുഞ്ഞ് പോകണ്ട, നിങ്ങൾ കോരിക്കോളിയും, വെള്ളം ഇഷ്ടം പോലെ കോരിക്കോളി എന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളമെടുക്കാൻ വന്ന പാത്രത്തിൽ വെള്ളവുമായി യഥാ കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാം സൗകര്യം ചെയ്തതനുസരിച്ച് ആ കിണറ്റിൽ നിന്ന് വെള്ളവും കോരിയെടുത്ത് ആ രണ്ട് പെൺകുട്ടികൾ വീട്ടിലെത്തിയപ്പോൾ വെള്ളവുമായവർ അണയുന്നേ, വീട്ടിൽ വാപ്പയും കണ്ട് തിരക്കും നേരമിൽ വേഗം മണഞ്ഞിന്ന് സബബന്ധെന്നറിഞ്ഞിടാൻ വെമ്പും അപ്പോൾ അവരുടെ പിതാവ് ഈ കുട്ടികൾ വെള്ളവുമായി വരുന്നത് കണ്ട് പിതാവ് ചോദിച്ചു, അല്ല മക്കളെ, എന്താണ് നിങ്ങൾ നേരത്തെ വന്ന് അവിടെ വെള്ളത്തിന് തിക്കും തിരക്കും കൂട്ടുന്ന